നിമിഷപ്രിയ വധക്കേസിൽ മധ്യസ്ഥൻ സാമുവൽ ജെറോമിനെതിരെ തലാലിന്റെ സഹോദരൻ മധ്യസ്ഥതയുടെ പേരിൽ പണം പിരിക്കുന്നുവെന്ന ആരോപണം. ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നും സഹോദരൻ ഫേസ്ബുക്കിൽ. മുംബൈ ട്രെയിൻ സ്ഫോടന പരമ്പര കേസിൽ 12 പ്രതികളെയും വെറുതെ വിട്ട ബോംബെ ഹൈക്കോടതി. വിട്ടയച്ചവരിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 5 പ്രതികളും. കേസ് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്ന് കോടതി. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ മുങ്ങി പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കം. ഓപ്പറേഷൻ സിന്ദൂരിൽ ചർച്ചയാവശ്യപ്പെട്ട പ്രതിപക്ഷ പ്രതിഷേധം സ്തംഭിച്ച ഇരുസഭകളും. സഭയുടെ ചട്ടവും മര്യാദയും പാലിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള. ഓപ്പറേഷൻ സിന്ദൂർ 100% നേട്ടമെന്ന പ്രധാനമന്ത്രി. രാജ്യസഭാംഗമായി സി സദാനന്ദൻ സത്യപ്രതിജ്ഞ ചെയ്തു. സി സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലെ അംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി നിലവിൽ വന്ന ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു. ആലപ്പുഴയിൽ മേൽക്കൂര തകർന്ന കാർത്തികപ്പള്ളി സ്കൂളിൽ വൻ സംഘർഷം. ഏറ്റുമുട്ടി CPIM യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. പരസ്പരം കസേരയെറിഞ്ഞു. കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൽ മണ്ണുവാരിയിട്ടു. സംഘർഷം ക്ലാസ് നടക്കുന്നതിനിടെ. മാധ്യമപ്രവർത്തകർക്കടക്കം പരിക്ക്. ഷാർജയിലെ കൊല്ലം സ്വദേശി അതുല്യയുടെ മരണത്തിൽ ഭർത്താവ് സതീഷിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത് ദുബായിലെ കമ്പനിയിൽ സൈറ്റ് എഞ്ചിനീയർ ജോലിയിൽ നിന്ന്. അതുല്യയുടെ മരണത്തിൽ ഷാർജയിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ പരാതി നൽകി ബന്ധുക്കൾ. സതീഷിനെ നാട്ടിലെത്തിക്കാൻ ശ്രമം തുടങ്ങി പോലീസ്. ലുക്കൌട്ട് നോട്ടീസ് ഇറക്കുന്നത് പരിഗണനയിൽ. കോഴിക്കോട് പേരാമ്പ്രയിൽ ബസ്സിടിച്ച് വിദ്യാർത്ഥി മരിച്ചതിൽ ഇന്നും പ്രതിഷേധം. പേരാമ്പ്ര RT ഓഫീസിലേക്കുള്ള യുവജന സംഘടനകളുടെ മാർച്ചിൽ സംഘർഷം. പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഉന്തും തള്ളും. പേരാമ്പ്ര കുറ്റ്യാടി റോഡ് ഉപരോധിച്ചും ബസ് തടഞ്ഞും പ്രവർത്തകർ. കർണാടക ധർമ്മസ്ഥലയിലെ ദുരൂഹ മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൽ പ്രതിസന്ധി. 2 ഉദ്യോഗസ്ഥർ പിന്മാറിയേക്കുമെന്ന് സൂചന. വ്യക്തിപരമായ കാരണങ്ങളാൽ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകിയേക്കും. ധർമ്മസ്ഥലയിലെ ചുരുളഴിക്കാൻ കേരള വിഷൻ ന്യൂസ് പരമ്പര തുടരുന്നു. KTU ഡിജിറ്റൽ താൽക്കാലിക VC നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീലിൽ ഉറച്ച ഗവർണർ. ഇന്നോ നാളെയോ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകും. ഹൈക്കോടതി വിധി UGC മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമെന്ന് ഗവർണർക്ക് നിയമോപദേശം. കേരള സർവകലാശാലയിൽ അടിയന്തര സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ച് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. എറണാകുളം ആലുവയിൽ ലോഡ്ജ് മുറിയിൽ യുവതിയെ കഴുത്തിൽ ഷാൾ മുറുക്കി കൊലപ്പെടുത്തി. മരിച്ചത് കൊല്ലം കുണ്ടറ സ്വദേശി അഖില. സുഹൃത്ത് നേര്യമംഗലം സ്വദേശി ബിനു കസ്റ്റഡിയിൽ. തൃശൂർ പുതുക്കാട് ബാർ ജീവനക്കാരനെ കുത്തിക്കൊന്നു. അകളഗപ്പ നഗർ സ്വദേശി സിജോ ജോൺ കസ്റ്റഡിയിൽ.